കൃഷ്ണ കൃഷ്ണ ഭൂലോക വൈകുണ്ഠവാസ ശ്രീ ഗുരുവായൂരപ്പ പ്രണാമം ശ്രീ ഗുരുവായൂരപ്പ പ്രണാമം ഭൂലോക വൈകുണ്ഠവാസ ശ്രീ ഗുരുരപ്പ പ്രണാമം ശ്രീ ഗുരുവായൂരപ്പ. ഗുരുവായൂർ ദ്വാരകപുരിയാക്കി വാഴും ദ്വാപരയുഗ ജീവ സംഗീതമേ ഗുരുവായൂർ ദ്വാരകാപുരിയാക്കി വാഴും ദ്വാപരയുഗ ജീവ സംഗീതമേ ഈരേഴുലകിനും ഈശ്വരൻ നീയേ ഈരേഴുലകിനും ഈശ്വരൻ നീയേ രുണാമയനാം ശ്രീകൃഷ്ണ ഭൂലോക വൈകുണ്ഠവാസ ശ്രീ ഗുരുവായൂരപ്പ പ്രണാമം ശ്രീ ഗുരുവായൂരപ്പ പ്രണാമം. അനാദിമധ്യാന്ത വിരാട് സ്വരൂപ അനന്തമധ്യത്തിലമരുന്ന ദേവ അനാദിമധ്യാന്ത വിരാട് സ്വരൂപ അനന്തമധ്യത്തിലമരുന്ന ദേവ സകല ചരാചര ചൈതന്യമൂർത്തേ സകല ചരാചര ചൈതന്യമൂർത്തേ മുക്തിവരപ്രദ കൃഷ്ണ ഹരേ ഭൂലോക വൈകുണ്ഠവാസ ശ്രീ ഗുരുവായൂരപ്പ പ്രണാമം ശ്രീ ഗുരുവായൂരപ്പ പ്രണാമം. ബ്രഹ്മാണ്ഡരഥത്തിനു തേരാളിയായി ധർമ്മങ്ങൾ പോറ്റുന്ന പോരാളിയായി ബ്രഹ്മസ്വരൂപ വിശ്വേശ്വരാ നീ സംഭവിക്കണേ യുഗേ 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 യുഗേ. പ്രഭാവം തനിക്കുണ്ടാകണേ എന്ന് ബ്രഹ്മദേവൻ അപേക്ഷിച്ചപ്പോൾ വൈകുണ്ഠമൂർത്തി തന്റേതു തന്നെയായ ഒരു പൂജാവിഗ്രഹം നൽകുകയുണ്ടായി. ആ പൂജാവിഗ്രഹം ബ്രഹ്മാവ് സുതപസ്സിനും പ്രശ്നിക്കും ദാനം ചെയ്തു. അവരടുത്ത ജന്മത്തിൽ കശ്യപനും അതിഥിയുമായപ്പോഴും വീണ്ടും വസുദേവനും ദേവകിയുമായി ജനിച്ചപ്പോഴും അതേ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ദ്വാരകയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ആ വിഗ്രഹം ഭക്തന്മാർക്ക് സകല ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് ഉദ്ധവരെ വിളിച്ച് താമസിയാതെ ദ്വാരക സമുദ്രത്തിനടിയിലാകുമെന്നും അതിനു മുമ്പ് ആ വിഗ്രഹം എടുത്ത് സജ്ജനങ്ങൾ താമസിക്കുന്നിടത്ത് പ്രതിഷ്ഠിക്കണമെന്ന് ദേവഗുരുവായ ബൃഹസ്പതിയെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. ദേവഗുരുവും ശിഷ്യനായ വായു ഭഗവാനും എത്തുമ്പോഴേക്കും ദ്വാരക
സ്ഥലമാണ് ഈ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഞാൻ പ്രചേതസ്സുകൾക്ക് ഗീതം ഉപദേശിച്ചത് ഇവിടെ വെച്ചാണ്. ധർമ്മലോപം കൂടാതെ ജീവിക്കുന്നവർക്ക് ആഗ്രഹസാധ്യത്തിന് ഈ കലിയുഗത്തിൽ ഇതുപോലെ മറ്റൊരു സ്ഥലവുമില്ല. ഗുരുവും വായുവും കൂടി ഈ പ്രതിഷ്ഠ നടത്തുന്നതിനാൽ ഇവിടം ഗുരുവായൂപുരം എന്നറിയപ്പെടട്ടെ. ശുഭം ഭവിക്കട്ടെ. ദേവഗുരുവും വായു ഭഗവാനും കൂടി അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും പിന്നീട് വിശ്വകർമ്മദേവൻ ക്ഷേത്രം പണി. അങ്ങനെ ഈശ്വര ചൈതന്യത്തിൽ ലയിക്കുവാനായി ശ്രീകൃഷ്ണ പരമാത്മാവ് ദേഹത്തോടുകൂടി ഈ ഭാർഗവ ക്ഷേത്രത്തിലേക്ക് പോരുകയും സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ കലിമലദോഷം ഏൽക്കാതെ ഭക്തന്മാരെ കാത്തുരക്ഷിച്ച് ളുകയും ചെയ്തു. ഭക്തിയോട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട്. പരീക്ഷത്തിന്റെ മകനായ ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തി. സർപ്പഹോമത്തിന് ശേഷം അതികഠിനമായ കുഷ്ഠരോഗത്താൽ ദുഃഖിതനായ അദ്ദേഹത്തോട് കൊട്ടാരത്തിൽ വന്ന അത്രേയ മഹർഷി അരുളി ചെയ്തു, ഭാർഗവ ക്ഷേത്രത്തിൽ ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലമുണ്ട്. അവിടെയുള്ള മഹാക്ഷേത്രത്തിൽ ശ്രീഹരിയുടെ ചൈതന്യം മൂർത്തിമത്തായി പ്രകാശിക്കുന്നു. അവിടെ ചെന്ന് ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധമാണ്. ആത്രേയ മഹർഷിയുടെ ഉപദേശപ്രകാരം ജനമേജയൻ പത്നി സമേതം ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി. അടിയനെ കാണുമ്പോൾ ആളുകൾ അറപ്പോടുകൂടി ഓടി ഒളിക്കുന്നു. ദൈവമേ, ഈ ദുരിതത്തിൽ നിന്നും അടിയനെ കരകയറ്റണം.
ഇന്ന് 41ാമത്തെ ദിവസമാണ്. ദൈവമേ, ഇതെന്റെ അവസാനത്തെ കിടപ്പായിരുന്നെങ്കിൽ. എന്റെ ഗുരുവായൂരപ്പ, ഭഗവാൻ, അടിയനെ ഇനിയും പരീക്ഷിക്കുകയാണ്. ഈ ഉള്ളവന് ഈ മാറാരോഗത്തിൽ നിന്നും മോചനമില്ലേ കൃഷ്ണ? ഗുരുവായൂരപ്പ, സമസ്ത ലോകത്തിന്റെ ദുഃഖപരിഹാരത്തിന് നിലകൊള്ളുന്ന അങ്ങയ്ക്ക് എന്റെ ഈ ദുഃഖം മാത്രം അകറ്റാൻ കഴിവില്ലെന്നോ? കൃഷ്ണ, ഇനി അര നിമിഷം പോലും അടിയന് ജീവിക്കണമെന്നില്ല. ഈ ദുഷ്ടാത്മാവിനെ അഗ്നി പരീക്ഷണത്തിൽ നിന്നും രക്ഷിക്കില്ലേ? ഈശ്വര, വിളിക്കൂ, അടിയനെ അങ്ങ് വിളിക്കൂ, വിളിക്കൂ, അടിയനെ അങ്ങ് വിളിക്കൂ. കൃഷ്ണ, 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 കൃഷ്ണ. കൃഷ്ണ, ഭഗവാനെ, സ്വാമി, സ്വാമി, സ്വാമി. ഞാൻ മരിച്ചില്ലേ? എന്തിന്? ഇതാ നോക്കൂ. ഭഗവാനെ, സ്വാമി, സന്ധ്യാവന്ദനത്തിന് സമയമായി. ശരി, ഇനി നാളെ ആകട്ടെ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേന വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. കുന്താനം, ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോൾ പിന്നെയും ദുഃഖിക്കണോ? സാവിത്രി, എന്താ വിളിച്ചേ? സാവിത്രി, ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടുവോ? ഞാൻ കേട്ടു. ഭഗവാൻ വന്ന് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു. കൃഷ്ണാഷ്ടകം ചൊല്ലി തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത്. ഉണ്ണി പോയില്ലേ, പകരം ഉണ്ണികൃഷ്ണനാ ഇനി നമ്മുടെ ഉണ്ണി. ആറ്റുനോറ്റുണ്ടായ എന്റെ ഉണ്ണി ചോറോണ ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. വ്യസനിക്കാതെ സാവിത്രി. പുത്രദുഃഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു.
ഭഗവാനെ, അങ്ങല്ലാതെ അടിയനും മറ്റാരും ആശ്രയമില്ലേ? കൃഷ്ണ. ഭഗവാനെ രക്ഷിക്കണേ. കഷായം കുടിക്കൂ. എത്ര നാളായി ഞാനിത് കഴിക്കുന്നു. മുടങ്ങാതെ കണ്ണിൽ മരുന്നെഴുതുന്നു, ഭസ്മം വാരി നെറ്റിയിൽ പൂശുന്നു. ആ, എന്താ കാര്യം? കുറെ നാള് മുടങ്ങാതെ കഴിക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്? എനിക്കിതിൽ യാതൊരു വിശ്വാസവുമില്ല പാർവതി. അങ്ങനെ പറയരുതേ. എല്ലാം വിധിയാണ്. അല്ലെങ്കിൽ എന്റെ കാഴ്ച നഷ്ടപ്പെടണോ? എനിക്ക് വിശ്വാസമുണ്ട്, ഗുരുവായൂരപ്പൻ ഈ കണ്ണുകൾക്ക് വീണ്ടും കാഴ്ച തരുമെന്ന്. ആശ്രയിക്കുന്നവരെ ആ കരുണാമയൻ ഒരിക്കലും കൈവിടില്ല, തീർച്ച. വിധിയെ ഭസ്മവും ഭക്തിയും കൊണ്ട് തുടച്ചു മാറ്റാമെന്നാണോ നിന്റെ വിശ്വാസം? കഥയില്ലായ്മ. ഭക്തി കൊണ്ട് വിധിയെ തടുക്കാൻ സാധിക്കും, സാധിച്ചിട്ടുണ്ട്. ആര്? വൈദ്യരോ? ഇരിക്കൂ. വൈദ്യരെ, പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥയറിഞ്ഞൂടെ? തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മഹാരാജാവ് കടലിൽ കൊട്ടാരം കെട്ടി ചുറ്റും കാവലേർപ്പെടുത്തി. എന്നിട്ടോ വിധി നടന്നില്ലേ? എന്നാ വിധി ഫലിക്കാതിരുന്ന മറ്റൊരു കഥ അങ്ങോട്ട് പറയാം. സർപ്പദംശമേറ്റ് സിദ്ധി കൂടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ വിധി. അതിൽ നിന്നും രക്ഷ കിട്ടിയത് എങ്ങനെയാ? ഭക്തി കൊണ്ട്. കരുണാവാരത്തിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്. ഒരു ദിവസം കൊട്ടാരൻ ജ്യോത്സ്യൻ രാജാവിന്റെ വിധിയെക്കുറിച്ചുള്ള ആ രഹസ്യം വെളിപ്പെടുത്തി. വിധിക്ക് പ്രതിവിധിയില്ലേ എന്നില്ലേ? എന്നാ വിധി ഫലിക്കാതിരുന്ന മറ്റൊരു കഥ അങ്ങോട്ട് പറയാം. സർപ്പദംശമേറ്റ് സിദ്ധി കൂടണമെന്നായിരുന്നു പാണ്ഡ്യരാജന്റെ വിധി. അതിൽ നിന്നും രക്ഷ കിട്ടിയത് എങ്ങനെയാ? ഭക്തി കൊണ്ട്. കരുണാവാരത്തിയായ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്. ഒരു ദിവസം കൊട്ടാരൻ ജ്യോത്സ്യൻ രാജാവിന്റെ വിധിയെക്കുറിച്ചുള്ള ആ രഹസ്യം വെളിപ്പെടുത്തി. വിധിക്ക് പ്രതിവിധിയില്ലേ എന്ന് രാജൻ. വിധിയെ മാറ്റാൻ ബ്രഹ്മനും കഴിയില്ലെന്ന് ജ്യോത്സ്യൻ. രാജാവിന് എന്ത് ചെയ്യണമെന്ന് നിശ്ചയില്ലാണ്ടായി. ആ സമയത്ത് ഒരു ജ്ഞാനി നിർദ്ദേശിച്ചു, ഗുരുവായൂരിൽ പോയി ഭജനമിരുന്നാൽ മതിയെന്ന്. വാഗച്ചാർത്തിന് മുമ്പ് തന്നെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയാലോ? നാളെ അഷ്ടമിരോഹിണിയാണ്, ഭജനമിരിക്കാൻ പറ്റിയ ദിവസം. നാളെ മുതൽ 41 ദിവസത്തേക്ക് നാം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടാവും. ഇന്ന് നാം യാത്രയാകേണ്ട ദിവസമാണ്. ഈശ്വരഹിതമതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാവരും പോയി വിശ്രമിക്കൂ.
കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്റെ ഗുരുവായൂരപ്പ, അങ്ങ് അടിയങ്ങളെയും പാണ്ഡ്യനാടിനെയും രക്ഷിച്ചു. മന്ത്രി, ജോത്സ്യനെ വിളിക്കൂ. ആരെവിടെ? ജോത്സ്യനെ കൂട്ടിക്കൊണ്ടുവരൂ. പാമ്പ് കടിയേറ്റ് ഇന്നലെ മരിക്കേണ്ടിയിരുന്ന നാം ഇന്ന് ജീവിച്ചിരിക്കുന്നു. മന്ത്രി, അടിയെ ഇവന്റെ കവടി സഞ്ചിയെടുത്ത് കടലിലെറിഞ്ഞവനെ കൽത്തുറങ്ങി കിടക്കൂ. പ്രഭു, ക്ഷമിക്കണം. അടിയന്റെ കണക്കുകൾ ഒരിക്കലും പിഴച്ചിട്ടില്ല. എങ്കിൽ നമ്മുടെ കാര്യത്തിൽ എങ്ങനെ പിഴ സംഭവിച്ചു? വിധി നടന്നിരിക്കും, ഫലം ഉണ്ടായിട്ടില്ല. വിധി നടന്നു എന്നുള്ളതിന് തെളിവെന്ത്? ഒരു നിമിഷം കൂടി അടിയന് തരൂ, അങ്ങയെ ഒന്ന് പരിശോധിക്കട്ടെ. നോക്കൂ തിരുമേനി, പാമ്പ് കടിച്ച പാടുണ്ട്. ഗുരുവായൂരപ്പ, അവിടത്തെ കടാക്ഷം. അതാണ് ആശ്രിതവത്സലനായ ഗുരുവായൂരപ്പന്റെ മഹാത്മ്യം. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ഗുരുവായൂർ പോയി വചനയിരിക്കുക. ഫലം നിശ്ചയം. ആ കാലടികളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. കരുണ ചെയ്യാതിരിക്കില്ല. എനിക്ക് ആ വിശ്വാസം നശിച്ചു കഴിഞ്ഞു. അങ്ങനെ അങ്ങോട്ട് നിരാശനാകണ്ട കേട്ടോ. കുരുക്ഷേത്രത്തിൽ തളർന്നു വീണ അർജുനന് യുദ്ധം ചെയ്യാൻ ശക്തി കൊടുത്തത് ആരാ? സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ഈ കണ്ണിനും കാഴ്ച നൽകും, നിശ്ചയ. ആ സച്ചിദാനന്ദമൂർത്തിയെ ഭജിച്ചാൽ സാധിക്കാതിരിക്കില്ല. ഏതിനും ഗുരുവായൂരേക്ക് പുറപ്പെടുക തന്നെ.
വൈദ്യുതി തന്നെ പുറപ്പെടാനുള്ള സമയം കുറിച്ചോളൂ. ആവാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ കാത്തുകൊള്ളണമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞീല, ഇനി നാളെയും എന്തെന്നറിഞ്ഞീല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി? കൃഷ്ണ ഭഗവാനെ, അടിയന് ഉണ്ണിയായി അങ്ങ് മാത്രം മതി. വേറെ ഈ ലോകത്ത് യാതൊന്നും വേണ്ട. ആ തിരുമുടിയിൽ ചൂടിയ മയിൽപ്പീലിയും പുഞ്ചിരി തൂകുന്ന മുഖവും മഞ്ഞപ്പട്ടുടെ ആടകളും കാൽത്തലകളുടെ ശബ്ദവും പൊന്നോടക്കുഴലിന്റെ നാദവും കണ്ണ എന്റെ മണിവർണ്ണ, ഈ ഉള്ളവന്റെ ഉള്ളിൽ ഇതല്ലാതെ മറ്റൊന്നും ഇല്ലേ ഇല്ല. കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ. വരൂ, നേരം വളരെയായി, വന്നു കിടക്കും. ഇത് തന്നെ ഒരു സായുജ്യമല്ലേ സാവിത്രി? ഭഗവാനോട് എത്ര പറഞ്ഞാലും മതിയാകുന്നില്ല. നോക്കൂ, പുഞ്ചിരി. മതി, നാളെയും ആകാമല്ലോ. ഒരു നിമിഷം പോലും ഭഗവാന്റെ മുമ്പിൽ നിന്ന് മാറണമെന്നില്ല. ഒരു ദുഃഖവുമില്ല, പരമാനന്ദം. പോയി കിടന്നു. പുറപ്പെടായി കേട്ടോ. ആ, ശകുനം നന്നല്ലേ നോക്കൂ. അതെ അതെ. ആ, എന്നാ വൈകിക്കണ്ട. അകത്തുള്ളവരോടാ നോമിച്ച് വൈകിയാലും വിഷമിക്കാട്ടോ. നടന്നോളൂ. ഭഗവാനെ കൃഷ്ണ. മാളു, എന്തമ്മേ? ഇന്ന് ജന്മാഷ്ടമിയാണ്. ഹാവോ, ഗുരുവായൂരിൽ നിന്ന് എന്ത് ആഘോഷമായിരിക്കുന്നു. നീ പൂജയ്ക്കെല്ലാം ഒരുക്കിയിട്ടില്ലേ? പൂ പൊട്ടിച്ചിട്ടില്ല, ഇപ്പൊ എടുത്തു തരാം. ഇന്ന് ആ നടക്കിൽ ചെന്ന് നിൽക്കുമ്പോൾ വന്നത് എവിടെ നിന്നാണെന്ന് പോലും നമ്മൾ മറക്കും. എല്ലാം മംഗളമായി ഭവിച്ചാൽ ഒരിക്കൽ ഞാൻ തമ്പുരാനോടൊപ്പം ജന്മാഷ്ടമി നാളിൽ തന്നെ ആ നടക്കിലെത്തും. എന്തിനാണ് ഹോമം കഴിക്കുന്നത്? ആര്?
തമ്പുരാൻ നമ്പൂരിശനെ വിളിക്കാൻ പോയത് ഇവിടെ ഹോമം നടത്താനല്ലേ? അതോ, അത് ഇല്ലത്തൊരു അവകാശം ഉണ്ടാവണ്ടേ, അതിനാ. അതിന് ഹോമം കഴിച്ചാൽ മതിയോ? നീ നിന്റെ ജോലി നോക്ക്, ഞാനിതാ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞു. എന്താ മാളു, എന്താണ്ടേ? പോകുന്ന വഴി വലിയ തമ്പുരാൻ. തമ്പുരാൻ എന്ത് പറ്റി? തമ്പുരാൻ പോയമ്മേ. എന്ത്? ഇല്ല. കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ, ഈ മാങ്ങനെ എനിക്ക് വിധിച്ചിട്ടില്ലേ? വിധിച്ചിട്ടില്ലേ?
सिन्दूरीतिलकं ललाटफलके वक्षस्थले कौस्तुभम् नासाग्रे नवमौक्तिकं करतले वेणुं करे कङ्कणम् सर्वाङ्गे सर्वाङ्गे हरिचन्दनं च कलयन् कण्ठे च मुक्तावलिं गोपस्त्री परिवेष्टितो विजयुडामणि ഭഗവാനെ, അടിയനിപ്പോ അശേഷം ദുഃഖമില്ല. മനസ്സിൽ എപ്പോഴും അങ്ങയുടെ രൂപം മാത്രം. കണ്ണ, ഭഗവത് ചിന്ത എല്ലാ വേദനകളെയും ഇല്ലാതാക്കുന്നു. ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ദുഃഖമകറ്റുന്ന സച്ചിദാനന്ദ, ഈ ദാസനെ അനുഗ്രഹിക്കണമേ. കൃഷ്ണ രക്ഷിക്കണേ. അവിടെ നിൽക്കൂ, തൊഴുതോളൂ. പരബ്രഹ്മ ചൈതന്യമല്ലേ ആ ഗർഭഗ്രഹത്തിൽ മുക്തിയുടെ വാതിലും തുറന്നുവിട്ടുകൊണ്ട് നിൽക്കുന്നത്? കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, മനസ്സിൽ ആ രൂപം അങ്ങ് തിളച്ചു നിൽക്കും. എല്ലാം കാണുന്നുണ്ടോ ഇത്തിരി? സ്വയം ചൈതന്യബന്ധുരമായ ആ വിഗ്രഹത്തിന്റെ മാസ്മര ശക്തിയിൽ എല്ലാം എനിക്ക് കാണും. സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അങ്ങയോട് അടിയനൊന്നു മാത്രമേ അപേക്ഷിക്കുവാനുള്ളൂ. ഈ കണ്ണുകൾക്ക് കാഴ്ച നൽകണേ കൃഷ്ണ. ഗുരുവായൂരപ്പ, ഇവിടെ കാണാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അച്ഛനോട് ഏകാദശി തൊഴാനെന്ന് പറഞ്ഞ് ഇത്ര ദൂരം വന്നത്. ഏകാദശിക്ക് വന്നു തൊഴുതാൽ സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് അനുഗ്രഹിക്കും. അനുഗ്രഹം വാങ്ങാനാണ് ഞാൻ വന്നത്. ഇനി താമസിക്കണ്ട, അച്ഛനോട് വന്ന് വിവരം പറയൂ. ശാരദയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനവുമായിട്ടായിരിക്കും ഞാനിനി അങ്ങോട്ട് വരിക. അകമ്പടിക്കാർ കാത്തു നിൽക്കുന്നു. ഞാൻ പോയി വരട്ടെ. പെണ്ണി ചോദിക്കാൻ കണ്ട സ്ഥലം അത് നീ. ഈ തറവാടിനെ പറ്റി നിനക്ക് അറിയുമോ? കൊല്ലിനും കൊലയ്ക്കും ഒരു അധികാരമുള്ളവരാണ്. നിനക്ക് കുലമഹി ആർക്ക്? എന്റെ മകൾ ശാരദയ്ക്ക് നിന്നെ ഇഷ്ടാണെന്നോ? മര്യാദകയുടെ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഇഷ്ടാണത്രേ. മേലാലിക്കാര്യം പറഞ്ഞ് നടക്കുന്നതായിട്ട് അറിഞ്ഞാൽ
കുഞ്ചനായർ ആരാണെന്ന് നീയും നിന്റെ വീട്ടുകാർ പറയും. ഞങ്ങൾക്ക് പണമില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം തികഞ്ഞവരാണല്ലോ. ഈ നീ പണക്കാരനായാൽ പോലും കുഞ്ചനായരുടെ മകൾക്ക് പുറ കൊടുക്കാൻ നീ യോഗ്യനല്ല. പണത്തിന്റെ കുറവുള്ളത്രേ. പോരാന്ന് നാണവും മാനമില്ലാത്ത ജന്മം. ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടില്ലല്ലോ. ഈ നടയിലെത്തി ദുഃഖം പറഞ്ഞിട്ടുള്ള ആരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. ജയ ജഗദീശ നന്ദകിശോര ജയ ജഗദീശ നന്ദകിശോര ജയ ജഗദീശ ഹരേ നയന വിനിന്ദിത നളിന ജഗത്രയ നയന വിനിന്ദിത നളിന ജഗത്രയ ഭയ വിനിവാരണ ശുഭചരിത ജയ ജഗദീശ നന്ദകിശോര ജയ ജഗദീശ ഹരേ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ആരുമൂർത്തി ദേഹാഭിമാനം കൊണ്ട് ഈ ദേഹിക്ക് വേണ്ടി അടിയന് കരുണ ചെയ്യണമേ. അനാഥരക്ഷക കൃഷ്ണ ഗുരുവായൂരപ്പ. വരൂ നാരായണ, പോകാം. ഇല്ലത്തേക്കില്ല. അനാഥരക്ഷകനായ ഗുരുവായൂരപ്പനെ തന്നെ ശരണം പ്രാപിക്കാൻ ഞാൻ ഉറച്ചു. ഭഗവാനെ തന്നെ നിരന്തരം ചിന്തിക്കണം. നിർബന്ധം അരുത് നാരായണ. അങ്ങ് പോയിക്കോളൂ. വയ്യാണ്ടിരിക്കെ നിന്നെ ഒറ്റയ്ക്കിട്ട് പോവുകയെ. കൃഷ്ണ കൃഷ്ണ. പ്രാപഞ്ചിക ദുഃഖ വിനാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പരബ്രഹ്മമൂർത്തിയായ ഗുരുവായൂർനാഥന്റെ മുമ്പിൽ മറ്റാരും എനിക്ക് തുണയായി വേണ്ട. ഭഗവാനെ കൃഷ്ണ. ആമേ, നാളെ ഗുരുവായൂർ ഏകാദശിയല്ലേ, നമുക്ക് പോകണ്ടേ? ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നോട് പറയാതെയല്ലേ പോയത്? അക്കാര്യം ഞാൻ മറക്കുമോ? ഊണ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പുറപ്പെടണം. അല്ലെങ്കിൽ ഗുരുവായൂർ എത്തുമ്പോൾ രാത്രിയാകും. ശരി. ആ, ഏകാദശി തൊഴാൻ പോകുമ്പോൾ നീ സർവാഭരണ ഭൂഷിതയായി കാണാനാണ് എന്റെ ആഗ്രഹം. ആ വൈരമാലയും ധരിച്ച് കല്യാണപ്പന്തലിൽ നിന്ന രൂപം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതുപോലെ ഒരിക്കൽ കൂടി എന്റെ ഭാമ എനിക്ക് കാണണം. എന്ത് വേണം? ഇവളുടെ ആഭരണങ്ങൾ വേണം. തരാൻ പറ്റില്ല. അതിന് തന്റെ അനുവാദം വേണ്ട.
എടുക്കണേ. എടുക്കണേ. എല്ലാം ഊരി എടുക്കണം. അടിച്ചെടുക്ക. അയ്യോ പോകരുതേ പോകരുതേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇരിക്കട ഇവിടെ. അസലായി നമ്മുടെ പരിപാടി. എവിടെ ആഭരണങ്ങൾ? നിങ്ങളുടെ പങ്ക് തരാം. പങ്കിടാനോ? എന്ത് പങ്കിടാൻ? എനിക്ക് ആ വൈരമാല മാത്രം മതി. ഇതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും തരില്ല. മര്യാദകൾ കാണിച്ചിട്ടുണ്ടല്ലോ. നീ എന്ത് ചെയ്യടാ? എന്റെ പങ്ക് മാറ്റിവെക്കണ. ഓഹോ, പങ്ക് വേണോ? ആ,
വണ്ടിയിൽ കയറി ഗുരുവായൂർ പോകണം. അദ്ദേഹത്തെ കണ്ടില്ലല്ലോ. അവിടെ അന്വേഷിച്ചെത്തും. വേഗം കയറും. നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ. തൃച്ചന്ദനം ചാർത്തി കാണുമതു നേരം തൃക്കാൽ വണങ്ങുവാൻ എത്ര സൗഖ്യം. പൊന്നിൻ കിരീടവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണവും കിണിയും പൊന്നുവളകളും പൊന്നുടയാടയും മിന്നുന്ന കുണ്ടലം കാൽച്ചിലമ്പും തെച്ചിപ്പൂമാല തുളസിദളങ്ങളും എല്ലാം അണിഞ്ഞു വിളങ്ങുന്ന നേരം സാക്ഷാത് പരബ്രഹ്മമെന്നേ പറയാവൂ. സർവജനങ്ങൾക്കും എത്ര സൗഖ്യം. എന്തിനാ കരയുന്നത്? ഗുരുവായൂരപ്പൻ മനസ്സിലുള്ളപ്പോൾ ഒരു ദുഃഖവും ഉണ്ടാവില്ല. സമസ്ത അപരാധങ്ങളും ക്ഷമിച്ച് അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു മുടക്കവും ഉണ്ടാക്കണ്ട. വൈശാഖത്തിലെ ഒടുവിലത്തെ 12 ദിവസം ഭജന ഇരിക്കണം. നിത്യവും 12 ദർശനവും 5 പ്രാവശ്യമുള്ള പൂജാ സമയത്ത് ദീപക്കാഴ്ചയും 3 പ്രാവശ്യം എഴുന്നള്ളത്തോടു കൂടിയുള്ള പ്രദക്ഷിണവും ഒടുവിലത്തെ തൃപ്പുക ചാർത്തലും കണ്ടു തൊഴണം. എന്നും ഞാൻ കൂടെ ഉണ്ടാവും. ഭഗവാനെ, ഇതെല്ലാം അടിയൻ അവിടത്തേക്ക് അർപ്പിക്കുന്നു. സ്വീകരിക്കണേ. കുട്ടി, അതെല്ലാം അങ്ങടെ എടുത്തോളൂ. എന്താ വഴിപാട് നേർന്നിരിക്കണമെന്ന് വെച്ചാല് അത് മാത്രം മതി ഗുരുവായൂരപ്പന്. കുട്ടിയെ നാട്ടിലെത്തിക്കാൻ എല്ലാ ഏർപ്പാടുകളും ഇവിടുന്ന് തരാക്കണമെന്ന് ഗുരുവായൂരപ്പന്റെ വെളിപാടുണ്ടായിരുന്നു. എന്നാ വൈകണ്ട, പുറപ്പെട്ടോളൂ. കൃഷ്ണ, നിനക്ക് കുലമഹിമയുണ്ടോ? നാട്ടിൽ നിന്റെ അച്ഛനമ്മമാരുടെ സ്ഥാനമുണ്ട്. അയ്യോ, വെള്ളം. എന്താ, എന്ത് പറ്റി? വെള്ളം, വെള്ളം. വെള്ളം. മകനെ, നീ സത്യസന്ധനാണ്. നിന്നെപ്പോലൊരുത്തനെ കണ്ടുകിട്ടാനാണ് ഞാൻ ഇത്രയും കാലം നടന്നത്. നോക്കൂ, ഇതിൽ പഴം തുണികളല്ല, നിറയെ സ്വർണ്ണാഭരണങ്ങളാണ്. ഇതും അടുത്തു വെച്ച് ഞാൻ മരിച്ചതുപോലെ കിടന്നപ്പോഴൊക്കെ
സ്വാമി എവിടെ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ അച്ഛ. ഞാൻ നോക്കിട്ട് വരാം. ശാരദേ, നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല, അച്ഛനുണ്ട്. എന്നെ മനസ്സിലായില്ല. ഓ, എവിടെയോ വെച്ച് കണ്ട ഓർമ്മ. എവിടെയും വെച്ചല്ല, നിങ്ങളുടെ തറവാട്ടിൽ വെച്ച്. മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്ന ഒരുത്തനെ ആട്ടി ഓടിച്ചത് ഓർമ്മയുണ്ടോ? മോനെ, എന്നോട് ക്ഷമിക്കും മോനെ. അന്ന് ഞാൻ അഹങ്കരിച്ചെന്റെ ഫലം ഇന്നെനിക്ക് കിട്ടി. എന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് നാടുവാഴുടെ ആൾക്കാർ കണ്ടുകെട്ടി. ഇവൾ, എന്റെ മകൾ, ഇന്ന് അനാഥയാണ്. ഇന്ന് ആരും ഒന്ന് ചോദിച്ചാലും പിടിച്ചു കൊടുക്കാവുന്ന നിലയിലാണ്. എല്ലാം ഞാൻ അറിഞ്ഞു. ആ, ഇനി അറിയാത്തവരാരുമില്ല. വിനാശകാലയെ വിപരീത ബുദ്ധി. വിധിയെ തടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പോ എവിടേക്കാ? ഇവളില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. മോൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമോ? മോന്റെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വീട്ടിലെ ഒരു ജോലിക്കാരിയായിട്ടെങ്കിലും ഈ കുട്ടിയെ കൊണ്ടുപോകാമോ? വീട്ടുകാരിയായിട്ട് ആയാലോ? ഒരു ഭാര്യ ഉള്ളപ്പോൾ സ്വത്ത് എത്രയുണ്ടെങ്കിലും അത് ശരിയാവുമോ? ഞാൻ വിവാഹം കഴിച്ചത് ശാരദയെ തന്നെയായിരുന്നു. മറ്റൊരു സ്ത്രീക്ക് എന്റെ മനസ്സിൽ സ്ഥാനമില്ല. ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങനെ പോയിച്ചത് വെറുതെ ആയില്ല. മോളെ, ഇതാ മോളെ, എന്റെ മോള്, നീ ഇഷ്ടപ്പെട്ട എന്റെ മോള്. ഭഗവാൻ നിങ്ങളെ രക്ഷിക്കട്ടെ. ചെഞ്ചുണ്ടിലോ മനപ്പൊന്മുരളി, ആ മുരളിയിൽ ഗാനത്തിൻ തേനരുവി, അരുവിയിൽ വിടരും അരവിന്ദം പോലെന്റെ തെളിയൂ മണിവർണ്ണ, ഈ കരളിൽ വിടരൂ മുകിൽ വർണ്ണ. നീ എന്താ എന്നും ഈ പാടി കഴിക്കണേ? അമ്മേ, ഒരു ദിവസം ഞാനൊരു വലിയ പെണ്ണിന്റെ ഒരു പൂതി. നമുക്കൊന്നും അവിടെ പോകാൻ മേല. ഞാനൊരു ദിവസം പോകും. തമ്പുരാക്കന്മാര് കോപിക്കും. ഇവിടുത്തെ പുറതി അവര് തീർക്കും. ഗുരുവായൂരപ്പന് മാലയിട്ട് അവർക്കെന്താ? ഏനൊന്നും അറിയാൻ മേല പെണ്ണെ. മാള വരെ തീണ്ടാൻ മേല. വലിയ ദേവരെ കാണാൻ പോകാനും പാടില്ല. ഏൻ കാണും, മാലയും കൊടുക്കും. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി എന്റെ പാട്. ഗുരുവായൂർ അടിയൊരു മാലയും കൊണ്ട് വരട്ടെ, മേടിക്കുമോ? എടി, നീ എന്തായി കാണിച്ചത്? പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? നിന്നോട് ആര് പറഞ്ഞിട്ടാ ഇവിടെ തീണ്ടിയെന്ന്? അടിയന്റെ ആശ കൊണ്ട് വന്നതാ. ഈ മാല ഗുരുവായൂരപ്പനിടണം. ഏയ്, നീ തൊട്ടതോ? കൊണ്ടുപോയി കാട്ടിക്കളയൂ. ഗുരുവായൂരപ്പനെ തൊഴാൻ നിനക്കൊന്നും പറഞ്ഞിട്ടില്ല. പൊക്കോളൂ. തമ്പ്രാനെ, ഇനി ഞാൻ വരില്ല. ദൂരെ നിന്ന് തൊഴുതോളാം. ഈ മാല അമ്പലത്തിൽ കൊടുത്താ മതി. ഞാൻ കുളിച്ചിട്ടാണ് മാല കെട്ടിയത്. പറഞ്ഞില്ലേ, താണ ജാതിക്കാര് ഇവിടെ വരാൻ പാടില്ല. പൊക്കോളൂ, പൊക്കോളൂ. എന്താ ഇവിടെ? അല്ല തിരുമേനി, ജാതിയിൽ താണവളാ ഗുരുവായൂരപ്പനെ മാലയിട്ട് തൊഴാൻ വന്നിരിക്കുന്നു. കാക്ക കുളിച്ചാ കൊക്കാവോ? അറിയാഞ്ഞിട്ടാവും, കുട്ടിയല്ലേ. ഏതായാലും നിങ്ങളൊക്കെ പോകിൻ. അഹമ്മദി അല്ലാതെന്താ? വന്നു വന്നു ഗുരുവായൂരപ്പനോടായി കളി. ശിവ ശിവ.
കരയാതെ കുട്ടി, ആചാരങ്ങളൊക്കെ നോക്കണ്ടേ? നിന്റെ പേരെന്താ? മഞ്ജുള തമ്പുരാനെ. എന്നും ഗുരുവായൂരപ്പന് മാല കെട്ടും. ഇവിടെ കൊണ്ടുവരണമെന്ന് തോന്നി, അതാ വന്നത്. സാരമില്ല, നിനക്ക് ഈ മാല ഗുരുവായൂരപ്പന് ചാർത്തണമെന്നല്ലേ ഉള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ട് ദാ ഈ ആലിന്റെ കടക്കിൽ വെച്ചോളൂ. ഗുരുവായൂരപ്പൻ സ്വീകരിച്ചോളും. ഭഗവാന് എല്ലാവരും ഒരുപോലെയാ. മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടെങ്കിലും എന്ത് ചെയ്യും? ചെല്ല്. കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ, ഈ മാല അവിടുത്തെ കഴുത്തിലിടാൻ കൊതിച്ചാണ് അടിയം വന്നത്. മേലാളന്മാരെ സമ്മതിക്കുന്നില്ല. ഇത് സ്വീകരിക്കണേ. ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ, ഇതെന്ത് പരീക്ഷണം? നിർമാല്യം തൊടാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ. ഭഗവാന്റെ കഴുത്തിൽ നിന്ന് മാല മാറുന്നില്ല. ഇന്നലെ എല്ലാവരും കൂടി ഒരു പെൺകുട്ടിയെ ആട്ടി ഓടിച്ചില്ലേ? ആ കുട്ടി ആലിന്റെ കടക്കിലിട്ട മാലയാണത്. ഗുരുവായൂരപ്പൻ അത് ഇഷ്ടമായിരിക്കും. അതാണ് അത് വീണ്ടും വീണ്ടും കഴുത്തിൽ കാണുന്നത്. നിവേദ്യം തൊട്ടിട്ട് പോലും ഇല്ലല്ലോ. എന്താ വിശപ്പില്ലേ കണ്ണ? ഗുരുവായൂരപ്പ, കുറച്ചെങ്കിലും കഴിക്കൂ. അച്ഛനറിഞ്ഞ വഴക്ക് പറയും. അച്ഛനില്ലാന്നുണ്ടോ? കണ്ണ പൊന്നുണ്ണി കണ്ണ എന്നോ
എന്നുണ്ണി കണ്ണാ പൊന്നുണ്ണി കണ്ണാ എന്നോടെന്റെ പിണക്കമാണോ കണ്ണനെ പോലെ ഞാൻ ഉണ്ണിയല്ലേ ഈ കണ്ണീരു കണ്ടാൽ കനിയുകില്ലേ കണ്ണനെ പോലെ ഞാൻ ഉണ്ണിയല്ലേ ഈ കണ്ണീരു കണ്ടാൽ കനിയുകില്ലേ നൈവേദ്യമുണ്ണാൻ ഞാൻ അച്ഛൻ വരുമ്പോൾ ഇന്നെനിക്കേറെ തല്ലുകൊള്ളും നൈവേദ്യമുണ്ണാൻ ഞാൻ അച്ഛൻ വരുമ്പോൾ ഇന്നെനിക്കേറെ തല്ലുകൊള്ളും കണ്ണാ ഇന്നെനിക്കേറെ തല്ലുകൊള്ളും എന്നുണ്ണി കണ്ണാ പൊന്നുണ്ണി കണ്ണാ എന്നോടെന്റെ പിണക്കമാണോ ആ ചോറ് വേണ്ടേ പായസം വേണ്ടേ പാലും പഴവും നിനക്കു വേണ്ടേ എന്നുണ്ണി കണ്ണാ പൊന്നുണ്ണി കണ്ണാ എന്നോടെന്റെ പിണക്കമാണോ കേറിയിട്ട് ഇച്ചി നേരായില്ലോ ശ്രീകോവിൽ അടച്ചിട്ട് ആ കുട്ടി എന്താണാവോ കാട്ടിക്കൂട്ടണേ ആ കുട്ടിയല്ലേ എന്ത് ചെയ്യും ഭഗവാൻ ഇഷ്ടാവും. കണ്ടോ നല്ല വിശപ്പുണ്ടായിട്ടും ഉണ്ണിയെ പറ്റിക്കാൻ നോക്കിയതാ അല്ലേ ഇതെന്താ ഉണ്ണി നിവേദ്യപാത്രത്തിൽ ഒന്നും കാണാനില്ലല്ലോ ഗുരുവായൂരപ്പം മുഴുവൻ കഴിച്ചു ഗുരുവായൂരപ്പം കഴിക്കേ എന്താ ഈ കേക്കണേ? ഈ വെളച്ചിൽ എന്നോട് വേണോ ഉണ്ണി ശ്രീകോവിലിനകത്തിരുന്ന് ഉണ്ണി മൂക്കറ്റ് അങ്ങോട്ട് തട്ടി തൈരും കടുമാങ്ങി കൂടി കഴിക്കാൻ ബഹു രസമായിരുന്നു അല്ലേ എന്താ സത്യമാ പറയുന്നത് സംശയം ഉണ്ടെങ്കിലേ ഗുരുവായൂരപ്പനോടെ ചോദിക്കരുതോ ഇതിനെന്താ സമാധാനം പറയാ നമ്പൂരിശോട് വരട്ടെ രണ്ട് പെട കിട്ടിയാലേ കുട്ടി പഠിക്കൂ ആ ദാ വരണുണ്ട് അദ്ദേഹം. എന്താ ഇവിടെ ഇവരെന്താ വല്ല കുറുമ്പും കാട്ടിയോ? ഈ ഉണ്ണി നമ്പൂരി ഇന്നെന്നെ പട്ടണയാക്കിന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്റെ തിരുമേനി. എന്താ ഉണ്ടായേ? ഉണ്ണി പറയാണ് നിവേദ്യം മുഴുവൻ ഗുരുവായൂരപ്പം കഴിച്ചു എന്ന്. ഇതാ നോക്കുക, ഒരൊറ്റ പറ്റിയൊരു ബാക്കിയില്ല. നോക്കൂ, ഇല്ലത്ത് പോയി തൈരും കടുമാങ്ങയും കൊണ്ടുവന്ന് ശ്രീകോവിലിനകത്ത് കയറി മുഴുവനാണ് അകത്താക്കി. ഡാ എന്താ ഈ കേക്കണേ? നിനക്ക് അത്രയ്ക്ക് അങ്ങനെ വിശപ്പോ? വേണ്ടാത്തത് കാട്ടാനാ ബിരുദ്. കുരുത്തക്കേട് കാട്ടിക്കാട്ടി ശ്രീകോവിലിനകത്ത് കയറി കാട്ടി തുടങ്ങിയോ? നിന്നെന്നോ എന്താ ചെയ്യുക? കുട്ടിയെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ വിട്ടാ പറ്റില്ല. ഇതിന്റെ കുറവ് ആർക്കാ? ഇല്ലത്തൊന്നും ഇല്ലാഞ്ഞിട്ടാ വിക്രിയ കാട്ടിയേ. മേലിൽ ഇങ്ങനെ കാട്ടുവോ? എന്നെ അടിക്കല്ലേ, ഗുരുവായൂരപ്പനാണ് സത്യം. നിവേദ്യം മുഴുവൻ ഭഗവാനാ കഴിച്ചത്. അസത്തെ എന്നെ വിധിയാക്കേ. നിന്നെന്നും എന്താ ഇത്? കഥയില്ലാമ കാണിക്കേ. അതെ, ഞാൻ തന്നെയാണ് നിവേദ്യം കഴിച്ചത്. കേട്ടുവോ? ഭഗവാൻ നിവേദ്യം കഴിച്ചത്രേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങയുടെ മായാവിലാസം.
ഭഗവാൻ. ലോഭനീയം പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം നാരദാദ്യൈർവിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച കൃഷ്ണ ഭഗവാനേ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാന പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ കൃഷ്ണ കൃഷ്ണ ഭഗവാനെ ഭഗവാനെ നാരായണ കരുണാനിർഭരമായ കടാക്ഷത്താൽ അടിയനെ സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷിച്ച കൃഷ്ണ അങ്ങയുടെ സത്വാത്മക വപസ്സിനെ അടിയൻ ധ്യാനിക്കും. അനാഥനായ എന്നെ എന്നും എന്നും കടാക്ഷം അർപ്പിക്കണേ ഭഗവാനെ കൃഷ്ണ നാരായണ. പൂജിക്കുകയും യാചിക്കുകയും ചെയ്താൽ ഭഗവാൻ എന്തും നൽകും. ഭഗവാനെ കൃഷ്ണ ഭക്തവത്സല കൃഷ്ണ കൃഷ്ണ. പണ്ഡിതനോട് പറയാൻ ഒരു ശങ്ക, എന്നാലും വലിയൊരാശയാണേ. നാം ഏതാണ്ട് ചിലതൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിരിക്കണു. ഒന്ന് നോക്കി പിഴ തീർത്ത് തന്നാൽ വലിയൊരു അനുഗ്രഹമായി. ഭാഷാകൃതിയല്ലേ? വയ്യ വയ്യ, ഒക്കെ അബദ്ധജടിലങ്ങളാവും. നമുക്ക് ഭാഷാകൃതിയെ കുറിച്ച് നല്ല മനസ്സില്ല. മറ്റാരെങ്കിലും കൊണ്ട് കാണിക്കുക. നമ്മുടെ ഒരാഗ്രഹമാണ്. പറഞ്ഞില്ലേ, നമ്മെ കൊണ്ടാവില്ല. ആ സമയം കൊണ്ട് ഭഗവാനെ കുറിച്ച് കൃഷ്ണ 4 ശ്ലോകം എഴുതാം. കൃഷ്ണ
ഭഗവാനെ, അടിയന്റെ കൃതി ഒന്ന് തിരുത്തിത്തരാൻ പോലും ആരുമില്ലല്ലോ. അറിവുള്ളവർ അടിയനെ ആട്ടി ഓടിക്കുകയല്ലേ. തിരുവേനി, എന്താ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? അറിഞ്ഞിട്ട് എന്ത് വേണം? ഇതൊക്കെ അറിയാൻ കുട്ടി ആരാ? ഈശ്വരനോ? അല്ല, ഞാനിവിടെ ഭാര്യത്തിയാ. പറയൂ, എന്തിനാ കരയുന്നത്? വെറുതെ. വെറുതെ ആരെങ്കിലും കരയോ? ഞാൻ പറഞ്ഞ ഉണ്ണിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നോ? മനസ്സിലാവൂല്ലോ. എന്നാൽ ഇതാ, ഇത് കണ്ടോ? എന്താ അത്? അറിയാവുന്ന പോലെ നാം എഴുതിയതാ. ഭഗവാനെ പറ്റിയാ. ഇതൊന്ന് നോക്കാൻ പോലും ആരും തയ്യാറല്ല. നോക്കിയില്ല, വേണ്ട. നമ്മളെ അപമാനിക്കണോ? അതിനെത്ര സങ്കടപ്പെടണോ? എല്ലാത്തിനും ഇവിടുന്ന് വഴിയുണ്ടാക്കും. തിരുമേനി പോയിക്കോളൂ. ഭഗവാനെ, പാദരോഗം വീണ്ടും അടിയന് തട്ടുമോ? കൃഷ്ണ, കാരുണ്യമൂർത്തെ, അങ്ങയുടെ പുണ്യചരിതം പാടി പാടിയാണ് അടിയന്റെ രോഗം മാറിയത്. വീണ്ടും വേദനിപ്പിക്കാൻ മനസാ വാചാ കർമ്മണ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈയുള്ളവൻ. എന്റെ ഭക്തനും പരമശുദ്ധനുമായ പൂന്താനത്തിന് വേദനിപ്പിച്ചില്ലേ? എനിക്ക് സഹിച്ചില്ല. ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ്. കൃഷ്ണ, ഗുരുവായൂരപ്പ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. ഭഗവാനെ, തൃക്കാൽ രണ്ടും പിണച്ചാത്തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമഥ പിടിച്ചു തിമന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന നിത്യം മമ ഹൃദി കളിയാടിടുവാൻ കൈതൊഴുന്നേ. ഇതാരായത്? നമ്മോട് ക്ഷമിക്കുക പൂന്താനം, ക്ഷമിക്കുക. നോം ക്ഷമിക്കാനോ? അങ്ങ് മഹാപണ്ഡിതനായ അങ്ങ് എന്താണ് ഈ പറയുന്നത്? നമുക്ക് ആ കൃതികളൊന്ന് വായിക്കണം. പിഴ തീർക്കാൻ വേണ്ടിയല്ല, ഭക്തിഗീതങ്ങളെന്ന് ഭഗവാൻ പോലും സമ്മതിച്ച ആ ഭാഷാഭിയൂഷം ഒരിക്കലെങ്കിലും ഒന്ന് ആസ്വദിക്കാൻ നമ്മെ ഒന്ന് അനുവദിക്കാൻ പൂന്താനം. അയ്യോ, അത്രയൊന്നും ഇല്ല. വെറും പച്ചയാണ്. ദേവഭാഷാജ്ഞാനമോ വിൽപ്പത്തിയോ ഇല്ലാത്ത നമുക്ക്
ഭാഷാകൃതി എഴുതാനല്ലേ അറിയൂ. നോം ഭഗവാന്റെ അവദാനങ്ങളെ പ്രകീർത്തിച്ച് രചിച്ച 1036 ശ്ലോകങ്ങളെക്കാൾ മികച്ചതാണ് അങ്ങയുടെ കൃതി. ഭഗവാനെ, അങ്ങേപ്പോലൊരു മഹാപണ്ഡിതൻ വായിക്കാതെ തന്നെ അഭിപ്രായം പറയുകയോ? നമുക്ക് സന്തോഷമായി, തൃപ്തിയായി. ഭഗവാനെ, ഭഗവാന് അങ്ങ് ഇത്രമാത്രം ഇഷ്ടമാണെന്ന് നോം അറിഞ്ഞിരുന്നില്ല. ആ ഓങ്കാരപ്പൊരുളിന് ഇഷ്ടപ്പെട്ട ഈ ഗ്രന്ഥം നമ്മയും ഒരു ഭക്തകവിയാക്കട്ടെ. അങ്ങയെ വ്യസനിപ്പിച്ചതിന് നോം വീണ്ടും വീണ്ടും ക്ഷമയാചിക്കുന്നു. സ്വീകരിച്ച വേണ്ട, ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഇത് ദയവായി സ്വീകരിച്ചാൽ. കൃഷ്ണ, ഗുരുവായൂരപ്പ, കൃഷ്ണ, ഗുരുവായൂരപ്പ. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സ സത്കൗസ്തുഭമിട കലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാ പങ്കജമിവ വിലസും നാല് തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂരയേ മംഗളം. ഉണ്ണിയേട്ടൻ എവിടെയാ പോണേ? പിന്നെ എവിടെയും പോണില്ലിപ്പോ. അയ്യോ, അങ്ങനൊന്നും അല്ല കേട്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാ ഇവിടെ ഇരിക്കുന്നത്. എന്നെങ്കിലും ഈ നടയിലിരുന്ന് പാടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ണിയേട്ടൻ പോയാ പിന്നെ എന്ന് വിട്ടു പോകുമോ ഉണ്ണിയേട്ട? ഗുരുവായൂരപ്പൻ എന്നെ ഉപേക്ഷിച്ചില്ല. രാജപുത്രീപ്സിത ഭൂപൈർലോകപാല വിഭൂതിഭിഃ മഹാനുഭാവൈഃ ശ്രീമദ്ഭീരുപാൗദാര്യബലോർജിതൈഃ. ഇതെന്താ ഇത്? ഭാഗവതത്തിൽ വേറൊന്നും ഇല്ലാന്നുണ്ടോ? ഇന്നലെ മിനിഞ്ഞാന്നും ഇതേ ഭാഗം തന്നെയാണല്ലോ വായിച്ചത്. അങ്ങനെയോ? അടയാളം വച്ചിരിക്കുന്ന സ്ഥലം മുതൽ വായിക്കുകയാണല്ലോ. ശരിയാണ്, ഭഗവാൻ രുക്മിണിയെ പരീക്ഷിക്കുന്ന ഭാഗം തന്നെ. ഗ്രന്ഥം തുറന്നാൽ മറ്റൊന്നും ഓർമ്മയില്ല. അടയാളം വെച്ചു മുതൽ തുടങ്ങുകയായി. സാരമില്ല.
പൂന്താനം ഞാനാണ് ഗ്രന്ഥത്തിൽ അടയാളം മാറ്റി വെച്ചത്. രുക്മിണിയുടെ പറയുന്ന ആ ഭാഗം എത്ര കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. പൂന്താനത്തിന് ആ ഭാഗം ഒരിക്കൽ കൂടി വായിച്ചാലെന്താണ്? സാധ്വേതശ്രോതുകാമൈസ്ത്വം രാജപുത്രി പ്രലംഭിത. ഇന്നെന്താ ഉറങ്ങണ്ടെന്നുണ്ടോ? സാവിത്രി, ഉറക്കത്തിൽ ഭഗവാൻ നമുക്ക് നേരിട്ട് ദർശനം തന്നു. രുക്മിണിയെ പരീക്ഷിക്കുന്ന ഭാഗം അദ്ദേഹത്തിന് ഇച്ഛയായി. കേട്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ലത്രേ. നേരെ ശരിയായി. ഇനി നാളെ ആവാം. കഥയില്ലായ്മ പറയേ സാവിത്രി. നാളെ ഗുരുവായൂർക്ക് പോണം. പുലർച്ചെ വരെ വായന തന്നെ. ഭഗവാന് കേൾക്കണമെന്നല്ലേ പറഞ്ഞത്? സാവിത്രി പോയി കിടന്നോളൂ. സാധ്വേതശ്രോതുകാമൈസ്ത്വം രാജപുത്രി പ്രലംഭിത. മയോദിതം യദന്വർത്ഥ സർവം തത്സത്യമേവ ഹി. എന്താ ഇത്? എടുക്ക കയ്യിലുള്ളതല്ല. നിങ്ങൾക്ക് തരാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. വെറും ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. കരയാതറോ കളവാ. ജീവൻ വേണമെങ്കിൽ ആദ്യം തന്റെ കയ്യിലുള്ള മാലയും മോതിരവും കഴിഞ്ഞ് ഊരിത്താ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ആപൽ ബാന്ധവ, അടിയനെ രക്ഷിക്കണേ. ബ്രഹ്മാടികൾ. സങ്കടാപഹ നിന്നുടെ തൃപ്പാദ പങ്കജത്തിലിവളെയും ചേർക്കണേ. ബാലഗോപാല കൃഷ്ണ മനോഹര, ബാലകൃഷ്ണ മധുസൂദന ഹരേ. ബാലരൂപം മമ ഹൃദി കാണുവാൻ ശ്രീ ഗുരുവായൂരപ്പ തുണയ്ക്കണേ. ആരുമില്ലെൻ്റെ ദുഃഖങ്ങൾ തീർക്കുവാൻ, ആരുമില്ലെനിക്കാശ്രയമേകുവാൻ ശ്രീ ഗുരുവായൂരപ്പ തുണയ്ക്കണേ. ശ്രീ ഗുരുവായൂരപ്പ തുണയ്ക്കണേ. ഭഗവാനേ കൃഷ്ണ. അമ്മ എപ്പോഴും എന്തിനാ ഇങ്ങനെ എന്നെ വിളിക്കുന്നത്? നിന്നെയല്ല, ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. ഇങ്ങനെ എപ്പോഴും വിളിച്ചോണ്ടിരുന്ന ഭഗവാൻ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അമ്മയോട് കോപിക്കും.
ഇല്ലുണ്ണി, ഈ അമ്മയ്ക്ക് ഭഗവാൻ മാത്രമേ ഒരു തുണയുള്ളൂ. ബാവന് കുറച്ച് പൂ കൊണ്ടുവന്നാലെന്താ? ദിവസം പൂ തരുന്നത് ഞാനല്ലേ? എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉണ്ണിക്കുട്ടനെ ഭഗവാൻ വിട്ടതാണെങ്കിലോ? അയ്യേ, എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നല്ല. ആ ഉണ്ണി, നീ അവിടെ നിൽക്കാൻ. അടുക്കളയിലേക്ക് എങ്ങും പോകണ്ട. ഇന്നലെ നീ ആ പാല് മുഴുവനും കുടിച്ചു തീർത്തതല്ലേ? ഒരു തുള്ളിയും ബാക്കി ഉണ്ടായിരുന്നില്ല. പൂച്ച കുടിച്ചതായിരിക്കും അമ്മേ. രണ്ടു കാലുള്ള പൂച്ച. അമ്മേ, അമ്മയുടെ കൃഷ്ണൻ ആരായിരുന്നു? വെണ്ണയും പാലും കട്ടുതന്ന ആളല്ലേ? അത് ഭഗവാൻ. ഭഗവാൻ അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെയാണ് ഞാനും. കട്ടു തിന്നേന സ്വാദ് കൃഷ്ണൻ പഠിപ്പിച്ചതാ. ഹായ്, അപ്പൊ ഭഗവാൻ ചെയ്ത എല്ലാ കാര്യവും നീയും ചെയ്യുവോ? എല്ലാം ചെയ്യാൻ പറ്റില്ല. ഉണ്ണിയെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. നോക്കിക്കോ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ നിന്നെ ഈ തൂണിയെ പിടിച്ച് കെട്ടിയിടും. ഉണ്ണി കരയൊന്നുമില്ല. തൂണി ഇളക്കി എടുത്ത കാണാമല്ലോ. അയ്യോ ഉണ്ണി, നീ ഇതെങ്ങോട്ടാ പുറത്തേക്ക് ഓടണേ? നേരമായി, ഇവിടെ നിന്നാ പറ്റില്ല. എവിടെ പോകാനാ? ഉച്ചപൂജക്ക് നേരമായി, ഗുരുവായൂരെത്തണ്ടേ? ആഹാ, അപ്പൊ നീ ചെന്നില്ലെങ്കിൽ പൂജ നടക്കൂല്ലേ? ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാറിയാം. ഞാനും കൃഷ്ണനാ, ഉണ്ണികൃഷ്ണൻ. നിന്നെ ഒരു ദിവസം ഉണ്ണികൃഷ്ണനെ പോലെ ഒരുക്കാൻ കേട്ടോ. ഞാൻ പോവാ അമ്മേ. എന്റെ കൃഷ്ണ. എന്നെയാണോ അമ്മേ? നീ പോടാ, നിന്നെ അല്ല വിളിച്ചത്. ഇന്ന് എങ്ങോട്ടാണാവോ സ്വാമികളുടെ യാത്ര? ചെമ്മങ്ങാട്ടില്ലത്തേക്ക് ചെല്ലാമെന്നല്ലേ ഏറ്റിട്ടുള്ളത്? അവിടുന്ന് കുരൂരില്ലത്തേക്കും ചെല്ലാമെന്ന് സമ്മതിച്ചിരുന്നു. ചെമ്മങ്ങാട്ട് നമ്പൂതിരി ചുണ്ടിക്കാരൻ, പോരെങ്കി വേണ്ടപ്പെട്ട ആളും. കുറൂറേക്കുള്ള യാത്ര മറ്റൊരിക്കലാവാം. എന്നാ അങ്ങനെ തന്നെ. കൃത്യസമയത്ത് തന്നെ ചെമ്മങ്ങാട്ട് എത്തണം. വേണ്ട ഏർപ്പാടായിക്കൊള്ളൂ. ഓ, അങ്ങനെ ആട്ടെ. ഇല്ലമംഗലം സ്വാമിയാര് പൂജയ്ക്ക് വരുന്നതല്ലേ? ഓ, ഞാനൊന്നും ഒരുക്കിയിട്ടില്ല. വരുമോ? വരാതിരിക്കില്ല. അദ്ദേഹം വാക്ക് തെറ്റിക്കുന്ന ആളൊന്നുമല്ല. എന്നാ ഞാൻ പൂ പൊടിച്ചോണ്ട് വരാം. അമ്മ പോയി കുളിച്ചിട്ട് വാ. നീ അങ്ങ് ഓടിപ്പോയി കളയരുതേ. അയ്യോ, ഞാൻ പോകയോ? പായസം ഒക്കെ തിന്നണ്ടേ അമ്മ? കഷ്ടമായി. ഞാൻ ആശിച്ചതെല്ലാം വെറുതെ. വാക്ക് വലിക്കാത്ത ആളാ വലിയ ആള്. അയ്യോ, അരുത് കുഞ്ഞേ, അങ്ങനെയൊന്നും പറയരുത്. ഉണ്ണി, നീ ഇതെങ്ങോട്ടാ ഓടുന്നത്? നമുക്കിതെല്ലാം കഴിക്കാമേ. എനിക്ക് കൊതിയാവുന്നു. അത് വേണ്ട ഉണ്ണി. ഒരു പക്ഷെ അദ്ദേഹം വന്നാലോ? അയ്യോ, ആ സ്വാമി എങ്ങും വരില്ലമ്മേ. അമ്മയുടെ ഉണ്ണിക്കുട്ടനല്ലേ, ഒന്ന് ക്ഷമിക്ക്. എന്തോരം നേരമായി അമ്മേ. നീ ഇങ്ങോട്ട് വാ. വേണ്ട, ഞാൻ ഇതൊക്കെ നോക്കി ഇവിടെ ഇരിക്കാം. അത് ഏതായാലും വേണ്ട. നീ കൊതിയനാ. ഞാൻ കാണാതെ നീ ഇതെല്ലാം തിന്നു തീർക്കും. വാ. എന്താ അമാന്തം? പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായില്ലേ? എല്ലാം തയ്യാറായി സ്വാമി. ശംഖുനാഥം കേൾക്കുന്നില്ലല്ലോ. ശംഖ് ശംഖ്
ശംഖിൽ നിന്ന് ശബ്ദം വരുന്നില്ല സ്വാമി. എന്ത്? ശംഖിൽ നിന്നും നാദം വരുന്നില്ലെന്നോ? വില്ലുമംഗളം, അങ്ങ് പരമഭക്തൻ തന്നെ. എന്നിരുന്നാലും അചഞ്ചലമായ ഭക്തിയോടെ എന്നെ ഭജിക്കുന്ന കുറൂരമ്മയെ അങ്ങ് ധിക്കരിച്ചു. ആ അമ്മയുടെ ദുഃഖം എനിക്ക് സഹിക്കാനാവുന്നതല്ല. കുറൂരിലത്തേക്ക് തന്നെ പുറപ്പെടാം. കൃഷ്ണ, ചിരിക്കണ്ട ചിരിക്കണ്ട, അവിടെ നിന്നാ മതി. നീ എന്നെ കളിയാക്കാണല്ലേ? അതല്ല അമ്മേ, പണ്ട് യശോദ ഉണ്ണിക്കണ്ണനെ കെട്ടിയിട്ടതുപോലെ എന്നെയും കെട്ടിയിട്ടത് ഓർത്ത് ചിരിച്ചതാ. ഇല്ലെങ്കില് പൂജിക്കാൻ വെച്ചിരിക്കുന്നത് മുഴുവൻ നീ തിന്ന് തീർക്കും. പിന്നെങ്ങനെയാ? കുട്ടികളെ നിന്നാല് ദൈവം തിന്നുന്ന പോലെയാ അല്ലമ്മേ? നീ അത്രയ്ക്ക് കൊച്ചു കുട്ടിയൊന്നുമല്ല, കൊതിയൻ. അമ്മേ അമ്മേ, സ്വാമിയാർ വരുന്നെന്ന് തോന്നുന്നു. ശരിയാ. ഞാനിപ്പൊ നിന്നെ അഴിച്ചു വിടാം കേട്ടോ. എടാ എടാ എടാ, നീ ഇതെങ്ങോട്ടാ? ഈ അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. അമ്മേ, സ്വാമികൾ വരുന്നുണ്ട്. നാം അല്പം വൈകിപ്പോയി. സ്വാമികൾ ഇല്ലത്തേക്ക് എഴുന്നള്ളിയത് തന്നെ വലിയ കാര്യം. പൂജയ്ക്കെല്ലാം ഒരുക്കിയിട്ടില്ലേ? എല്ലാം ഒരുക്കിയിട്ടുണ്ട് തിരുമേനി. വന്നാലും വന്നാലും. ഭഗവാനെ, കൃഷ്ണ, അടിയനിത് അറിഞ്ഞിരുന്നില്ല. അയ്യോ, എന്താ ഇത്? തിരുമേനി എന്തായി കാണിച്ചത്? അമ്മേ, അടിയനോട് ക്ഷമിക്കണം. ഭഗവാൻ തന്നെ ഇവിടുത്തെ ദാസനായിരിക്കുമ്പോ ഈ കാലടികളെ ആയിരുന്നു അടിയൻ ആദ്യം നമസ്കരിക്കേണ്ടിയിരുന്നത്. അയ്യോ, എന്റെ കണ്ണ, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കണം?
ഈ ഉള്ളവളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകളെല്ലാം പുറത്ത് എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഓം നമോ ഓം നമോ നാരായണായ. അത് തന്നെ പറഞ്ഞോളൂ. ഓം നമോ നാരായണായ. പറഞ്ഞോളൂ. ഓം അത് തന്നെ പറഞ്ഞോളൂ. പ്രളയപയോധി ജലേ ധൃതവാനസി വേദം കൃഷ്ണ വിഹിതവഹിത്രചരിത്രമഹീതം കേശവധൃത മീനശരീര ജയ ജഗദീശ കൃഷ്ണ ജയ ജഗദീശ ഹരി കൃഷ്ണ ക്ഷിതിരതി വിപുലതരേ കൃഷ്ണ ക്ഷിതിരതി വിപുലതരേ തിഷ്ഠതി പൃഷ്ഠേ ധരി. ഓം നമോ നാരായണായ. മൂകനെ ഗായകനാക്കുന്ന കണ്ണൻ അന്ധനു ബന്ധുവായി തീരുന്നു കണ്ണൻ. ഭവരോഗ ദുഃഖങ്ങൾക്കുപശാന്തിയേകുന്നു ഹരിനാരായണ മന്ത്രം, ഹരിനാരായണ മന്ത്രം. നക്ഷത്രവനമാല അണിയുന്നൊരഴകേ ഇക്ഷിതി പാലിക്കും വേദാന്ത കീർത്തേ. നക്ഷത്രവനമാല അണിയുന്നൊരഴകേ ഇക്ഷിതി പാലിക്കും വേദാന്ത കീർത്തേ. നിന്നിൽ നിന്നുണരുന്നു ജീവപ്രപഞ്ചം, നിന്നിൽ നിന്നുണരുന്നു ജീവപ്രപഞ്ചം. നിന്നിൽ വന്നലിയുന്നു കാലം, നിന്നിൽ വന്നലിയുന്നു കാലം. മൂകനെ ഗായകനാക്കുന്ന കണ്ണൻ അന്ധനു ബന്ധു തീരുന്നു കണ്ണൻ. ഗുരുവായൂർ ശ്രീലകത്താമരിൽ നിന്നും മുരളികയൂതുന്ന കാരുണ്യമേ. ഗുരുവായൂർ ശ്രീലകത്താമരയിൽ നിന്നും മുരളികയൂതുന്ന കാരുണ്യമേ. തൃക്കൺ കടാക്ഷത്താൽ മോക്ഷാമൃതം തൂകും, തൃക്കൺ കടാക്ഷത്താൽ മോക്ഷാമൃതം തൂകും ഭക്തവത്സല നമോ നമ, ഭക്തവത്സല നമോ നമ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ.